വെൽക്കം ബാക്ക് ടു ലുബീസ് കിച്ചൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ പച്ചടിയാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ലുബീസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമുക്ക് ടൊമാറ്റോ പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു വലിയ തക്കാളിയാണ്. ഇപ്പം നിങ്ങൾ എടുക്കുന്നത് ചെറിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം എടുക്കണം. ഇത് നല്ല വലിപ്പമുള്ള തക്കാളി ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആ മിഡിൽ പാർട്ടൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ടൊമാറ്റോ പച്ചടിയിൽ ഈ ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരണം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചേരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി കട്ട് ചെയ്യുമ്പോൾ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമുളക് ഒരു 3 എണ്ണമാണ്. അപ്പോൾ എരിവ് തീരെ വേണ്ടെന്നുള്ളവർ 2 എണ്ണം എടുത്താലും മതി. ഇപ്പം 3 എന്ന് പറയുമ്പോൾ അത്യാവശ്യത്തിനുള്ള എരിവുണ്ടാവും. അപ്പോൾ അതൊന്ന് 2ആയിട്ട് മുറിച്ച് വെച്ചാൽ മതി. നമുക്ക് പിന്നെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി വേണം. 2 അല്ലിയിൽ കൂടുതൽ എടുക്കരുത്, ഭയങ്കര വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്ര മാത്രം മതി. ഇനി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയിൽ പൊടിക്കുന്ന ജാറിലേക്കാണ് ഞാൻ എടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഒരുപാടായാലും ഒരു തേങ്ങയുടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ, അതിൽ കൂടുതൽ തേങ്ങയുടെ ആവശ്യം ഇല്ല. 3 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് ജീരകമാണ്. നല്ല ജീരകം, നമ്മുടെ ചെറിയ ജീരകം. അതൊരു 1/4 ടീസ്പൂൺ, വളരെ കുറച്ച് മതി, ഒട്ടും കൂടുതലാവരുത്. അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മതി. അതുപോലെ ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ കളറിനനുസരിച്ച് കുറച്ച് കളർ മതിയെങ്കിൽ 1/4 മതി, അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഞാൻ വെള്ളം ഇല്ലാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിനായിട്ട് വേണ്ടിയിട്ടുള്ള തൈര് എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് കട്ട തൈരാണ്. തൈര് എടുക്കുമ്പോൾ അധികം പുളി ഇല്ലാത്തതായിരിക്കും നല്ലത്. ഇപ്പോൾ ടൊമാറ്റോയ്ക്ക് ഓൾറെഡി പുളിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ തൈരിനും കൂടി പുളി ഉണ്ടെങ്കിൽ ഭയങ്കര പുളിയായി പോകും. അപ്പോൾ പുളി കുറഞ്ഞ തൈര് എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ കട്ട തൈര് 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തൈരിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ബാക്കിയും കൂടി ഇതിലേക്ക് കൂടെ ചേർക്കാം. എന്തായാലും കുറച്ച് വെള്ളം വേണ്ടി വരും. ഞാനത് ആ മിക്സിയിലോട്ട് ഒഴിച്ചിട്ട് ഇങ്ങോട്ട് ഒഴിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കറിക്ക് ആവശ്യമായ ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വേണ്ടതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ മോര് കാച്ചിയതുപോലെ ഇതൊന്ന് ആക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കണം. അതുപോലെ വറ്റൽമുളകും പിന്നെ കരിവേപ്പിലയും വേണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ചെയ്യുന്ന സമയത്ത് കരിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. അതുപോലെ ഇതൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം തക്കാളി ഒരു നോർമൽ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുക്കായി വരണം. ഈ ഓയിലിൽ കിടന്നിട്ട് തന്നെ തക്കാളി കുക്കായി വരുന്നുണ്ടെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, പച്ചടി നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഓയിലിട്ട് തന്നെ കുറച്ച് നേരം എടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്യണം. അതുപോലെ നമ്മൾ നേരത്തെ മോര് കലക്കിയപ്പോൾ അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ കുറച്ചുള്ള ഉപ്പ് ടൊമാറ്റോയിൽ ഇട്ടാൽ മതി. ഒരുപാട് ഇട്ടാൽ എല്ലാം കൂടി ആവുമ്പോൾ കൂടിപ്പോവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ടൊമാറ്റോ കുക്കായി വരണം, കുക്കായിട്ട് ഇതുപോലെ ഉടഞ്ഞ് വരണം. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന തൈരിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് കട്ടിക്ക് വേണമെന്നുള്ളവർക്ക് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല തിക്കായിട്ടിരിക്കും. അല്ലാതെ ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് വെള്ളം ചേർത്ത് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഏറ്റവും ലോ ആക്കി വേണം വെക്കാൻ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചില്ലെങ്കിൽ ഇതൊരു പിരിഞ്ഞതുപോലെ ആയിപ്പോവും. അങ്ങനെ ആവാതിരിക്കാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റിനകത്ത് മതി, 1 മിനിറ്റ് മതി, ഒന്ന് ചൂടായാൽ മാത്രം മതി ഈ കറി. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ട്. തിളക്കേണ്ട